പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേലിന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചനസന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തെ വിശുദ്ധ ഏവെങ്കിലും ഭാഗം വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയുള്ളതായ തിരുവചന ഭാഗമാണ് ഈ ദിവസത്തിനായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ നോമ്പിന് മുമ്പുള്ളതായ 2 ഞായറാഴ്ചയിൽ വിശുദ്ധ ഏവെങ്കിലും ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഭൗതികമായ വാസം അവസാനിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ പുരോഹിത വൃന്ദത്തെയും അതുപോലെ തന്നെ അൽമായ സമുച്ചയത്തെയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഞായറാഴ്ച ദിവസം കൊഹനെ ഞായറാഴ്ച അല്ലെങ്കിൽ വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർക്കുന്നതായ ഞായറാഴ്ച ദിവസമായിട്ടാണ് പിതാക്കന്മാർ ഈ ഞായറാഴ്ചയെ ക്രമീകരിച്ചിരിക്കുന്നത്. ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിൽ അതിവിശുദ്ധമായ പാരമ്പര്യങ്ങളിൽ ആചാര്യന്മാർക്ക് കൊടുക്കുന്നതായ സ്ഥാനം വളരെ വലുതാണ്, എല്ലാവർക്കും അറിവുള്ളതാണ്. പാരമ്പര്യങ്ങളിൽ ആചാര്യന്മാർ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ മാമോദിസായിലൂടെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജന്മം നൽകിയവരാണ് ഓരോ പുരോഹിതന്മാരെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളെല്ലാം ആ പുരോഹിതന്മാരടങ്ങുന്ന അല്ലെങ്കിൽ പട്ടക്കാരടങ്ങുന്ന സഭയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരാണ് പുരോഹിതൻ, അല്ലെങ്കിൽ എന്താണ് പുരോഹിതന്റെ ധർമ്മം എന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുകയാണ്. പട്ടത്തെ ശുശ്രൂഷയിൽ മേൽപ്പട്ടക്കാരിൽ നിന്നും പട്ടം സ്വീകരിക്കുമ്പോൾ ഓരോ പുരോഹിതന്റെ ജീവിതത്തിലും പുരോഹിതൻ പാപമോചന അധികാരം നൽകുവാനും അതുപോലെ തന്നെ കർത്താവിന്റെ തിരുശരീരക്തങ്ങൾ എടുത്ത് ആഘോഷിക്കുവാനും അത് വിഭജിച്ച് കൊടുക്കുവാനുമുള്ളതായ ഏറ്റവും നല്ല പൂർണ്ണതയുള്ള അധികാരം മേൽപ്പട്ടക്കാരിൽ നിന്നും ഓരോ പുരോഹിതന്മാർക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രഭാത നമസ്കാരത്തിന്റെ അവസാനത്തെ പഴയ നിയമ വായനയിൽ 2 പുരോഹിതന്മാരെ പരിചയപ്പെടുന്നുണ്ട്. മറ്റാരുമല്ല, അഹ്റോനെയും മോശയും. ഈ 2 പുരോഹിതന്മാരുടെയും മരണം എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതായ സംഭവമാണ് ഈ വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, അഹ്റോന്റെ ജീവൻ നോക്കുമ്പോൾ അഹ്റോന്റെ മരണം നടന്നത് ഹോർ പർവ്വതത്തിൽ വെച്ചും അതുപോലെ തന്നെ മോശയുടെ മരണം നടന്നത് നോബ് പർവ്വതത്തിൽ വെച്ചുമാണ് എന്നുള്ളതായ ഒരു വാർത്തയാണ് ഇന്നത്തെ പഴയ നിയമ വായനയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് പൗരോഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് പൗരോഹിത്യം ലഭിച്ചവർ, അല്ലെങ്കിൽ എന്താണ് പുരോഹിതന്റെ ധർമ്മം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ പൗരോഹിത്യം എന്ന വാക്കിന് ഗ്രീക്ക് വേർഡിൽ പ്രിസ്പെറ്റേറിയസ് എന്ന് പറയുന്നതായ വാക്കാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും നോക്കുമ്പോൾ സുറിയാനിയിലേക്ക് എടുത്തു നോക്കുമ്പോൾ കാശീശോ അല്ലെങ്കിൽ പുരോഹിതൻ എന്നുള്ളതായ ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്താണ് പുരോഹിതൻ, അല്ലെങ്കിൽ എന്താണ് പുരോഹിതൻ എന്ന വാക്കിന് അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഹിതമറിയുന്നവൻ എന്നാണ് പുരോഹിതനെ പറ്റി പറയുന്നത്. നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ പുരോഹിതന്മാരെയും പല പേരുകളിൽ നമ്മളൊക്കെ വിളിക്കാറുണ്ട്, അല്ലെ? ആചാര്യന്മാരെന്നും പുരോഹിതന്മാരെന്നും പട്ടക്കാരെന്നും അതുപോലെ തന്നെ നോക്കുമ്പോൾ വൈദികനെന്നും, അങ്ങനെ പല പേരുകളിൽ ഓരോ പുരോഹിതന്മാരും അറിയപ്പെടാറുണ്ട്. എന്നാൽ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹിതമറിയുന്നവൻ എന്നാണ്. രണ്ടാമതായിട്ട് നോക്കും, വൈദികൻ എന്ന വാക്കിന്റെ അർത്ഥം വേദമറിയുന്നവൻ, അല്ലെങ്കിൽ ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം സർവ്വതും ആചരിക്കുന്നവനെന്നും, നാലാമതായിട്ട് പട്ടക്കാരൻ എന്ന വാക്കിന്റെ അർത്ഥം മധ്യസ്ഥൻ എന്നുമാണ്. എന്നാൽ ഈ 4 കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നവനാണ് യഥാർത്ഥ പുരോഹിതൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആരാണ് പുരോഹിതൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വാക്യത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയാണ്. നമുക്കറിയാം, അജഗണങ്ങൾക്കിടയിൽ ക്രിസ്തുവാകുന്ന നല്ല ഇടയനാകുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ സമർപ്പിക്കുന്ന ഉത്തമ ഇടയന്റെ കൗദാശിക സാന്നിധ്യങ്ങളെല്ലാം നമ്മൾ ഓരോ ആരാധനയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ആ കൗദാശികമായ അല്ലെങ്കിൽ ആ കുദാശകളെല്ലാം നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വമാണ് പുരോഹിതൻ എന്ന് കാണുമ്പോൾ ഈ ഭൂമിയിൽ മഹാഭാഗ്യം ലഭിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പുരോഹിതൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന് പറയുന്നതായ വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായ ഒരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വന്നതായ ആള് ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു? അല്ലയോ സഹോദര, വൈദിക പഠനം നിർത്തിയത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു: ശരിക്കും നന്നായി. കാരണം മറ്റൊന്നുമല്ല, എത്ര ഉന്നതിയിലെത്തിയാലും ഒരു നല്ല പുരോഹിതനോടൊപ്പം ആകുവാൻ സാധിക്കുമോ എന്നുള്ളതായ ഒരു ഉത്തരമായിരുന്നു ഈ ജസ്റ്റിസ് അവിടെ കൊടുത്തത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്, എന്താണ്, എങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്രകാരം പുരോഹിതനായി വിളിക്കപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഞാനിതെന്ന് പറയുമ്പോൾ ഞാനൊരു പുരോഹിതനാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഞാനൊരു പുരോഹിതനാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്താണ് എന്നുള്ളതായ ചിന്തകളൊക്കെ എന്റെയും നിന്റെയും ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതായ ഒരു ദിവസമാണ് ഈ ദിവസം. പ്രത്യേകിച്ച് ഇന്ന് പുരോഹിതന്മാരുടെ ഓർമ്മയെ നിർവഹിക്കുന്നതായി ഞായറാഴ്ച ദിവസം നാം ദേവാലയത്തിലായിരിക്കുമ്പോൾ ഓരോ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ഒരു കടമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഗുരുവിനെ ബഹുമാനിക്കുന്ന പരിപൂർണമായ അല്ലെങ്കിൽ പതിവാണ് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഗുരുക്കന്മാരുടെ മുമ്പിൽ ഒരു ദിവസം കടന്നു ചെല്ലുമ്പോൾ, ഒരുപക്ഷെ ഒരു പുരോഹിതന്മാർ കടന്നു ചെല്ലുമ്പോഴല്ല, ഓരോ വ്യക്തികളും കടന്നു ചെല്ലുമ്പോൾ ഒരു ഗുരു പോലും എഴുന്നേൽക്കുന്നതായ ഒരു പതിവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നതാണ്. എന്നാൽ താൻ പഠിപ്പിച്ചു വിട്ടതായ ഒരു പുരോഹിതൻ തന്റെ പഠനമെല്ലാം അവസാനിച്ച് അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് തന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ, എത്ര വലിയ സമൃദ്ധനാണെങ്കിലും, എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും, എത്ര വലിയ ഡോക്ടറേറ്റ് എടുത്ത ഗുരുവാണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും, ഓരോ പുരോഹിതന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതായ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിത് ഓർമ്മപ്പെടുത്തിയത് എൻ്റെ ഒരു ചെറുപ്പകാലം ഞാൻ ഈ സമയത്തൊന്ന് ഓർത്തു പോകുകയാണ്. ഇത് നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും നഴ്സറി സ്കൂളുകളിലും അംഗൻവാടിയിലും LKG സ്കൂളുകളിലൊക്കെ പഠിച്ചാണ് ഇതുവരെയും എത്തിച്ചേർന്നത് വിശ്വസിക്കുക. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ നഴ്സറി കാലഘട്ടം, എൻ്റെ കുഞ്ഞുനാള്, എൻ്റെ ആദ്യ അക്ഷരം പഠിച്ചതായ കാലഘട്ടം ഓർക്കുകയാണ്. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണലിൽ എഴുതി പഠിച്ചതായ ആ സമയം ഓർക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചതായ ഒരു ടീച്ചറുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നത് തത്ത ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. ആ ടീച്ചർ എന്നെ ഒത്തിരി വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ. പക്ഷെ ഞാൻ പഠിച്ച് എൻ്റെ പഠനമെല്ലാം അവസാനിച്ച് സെമിനാരി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പുരോഹിതനായിട്ട്, ഒരു ഹിന്ദു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. മറ്റൊന്നിനുമല്ല, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ആദ്യപടിയിലേക്ക് കടക്കുമ്പോൾ ഒരു അനുഗ്രഹം വാങ്ങിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി. കാരണം എന്നെ ആദ്യ അക്ഷരം പഠിപ്പിച്ചതായ ഒരാളാണല്ലോ. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ ആ സ്ത്രീ ഓടി വീടിനകത്തേക്ക് കടന്നു ചെന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന തോർത്തെടുത്ത് കസേരയെല്ലാം തുടച്ച് എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ഒരു പായ എടുത്ത് വിരിച്ചിട്ട് ആ പായിലൂടെ എന്നെ നടത്തി ആ തുടച്ചു വെച്ച കസേരയിൽ എന്നെ ഇരുത്തിയിട്ട് കരങ്ങൾ കൂപ്പിക്കൊണ്ട് എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചതായ രംഗം ഞാൻ ഓർക്കുകയാണ്. എന്നെ ഒരു നിമിഷം എന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇത് ഓർമ്മപ്പെടുത്തിയത്, നമ്മളെല്ലാം ആരെല്ലാം ആയിത്തീർന്നാലും പുരോഹിതന്മാർ എവിടെയെല്ലാം എത്തിച്ചേരുമ്പോൾ അവിടെയെല്ലാം ഓരോ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വചന ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ഒരിക്കൽ മാത്രമേ യേശു തമ്പുരാനെ എടുത്ത് കരങ്ങളിൽ ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. എന്നാൽ ഓരോ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശുദ്ധ ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ പുരോഹിതന്മാരെ തന്റെ കരങ്ങളിൽ എടുത്ത് ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് പുരോഹിതൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗീയ മാലാഖമാർ പോലും വിറച്ച് മാറി നിൽക്കുന്നതായ സമയത്ത് യേശു തമ്പുരാനെ കരങ്ങളിലെടുത്ത് ആഘോഷിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയും അനുഗ്രഹങ്ങളും ലഭിച്ചവരാണ് പുരോഹിതൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദൈവം തന്റെ മഹത്വം കൊണ്ട് നിറച്ചവരാണ് പുരോഹിതൻ എന്ന് കാണുന്നുണ്ട്. സഭാപിതാവായ വിശുദ്ധനായ മോർ ഒറിഗൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? പിശാചിന്റെ തലയിൽ അല്ലെങ്കിൽ പിശാചിന്റെ തലയിൽ പൗരോഹിത്യം വെച്ചു കൊടുത്താലും ആ പിശാചിന്റെ കരങ്ങൾ മുത്തുവാൻ നമ്മളൊക്കെ
അർഹതയുള്ളവരാണ് എന്നുള്ളതായ ഒരു നിർവചനമാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിലെ ഒരു മൺപാത്രമായി ഇന്ന് പുരോഹിതൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4 അധ്യായം 7 തിരുവചനത്തിൽ പറയുന്നുണ്ട്, മൺപാത്രത്തിലെ ഒരു നിധിയാണ് പുരോഹിതനെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വളരെ വിലയുള്ളതും മൂല്യമുള്ളതുമായ ഒരു വർഗമാണ് പുരോഹിത വർഗം. പക്ഷേ അതുകൊണ്ട് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഇങ്ങനെയാണ്, മൺപാത്രത്തിലെ നിധി എന്ന് പറയുമ്പോൾ മൺപാത്രം തൊട്ടാൽ ഉടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ജനത്തിനും ദൈവത്തിനിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട്, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ജനത്തിനു വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുവാൻ വേണ്ടി, ജനത്തിനു വേണ്ടി കാഴ്ചകൾ സമർപ്പിക്കുവാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ പുരോഹിതന്റെ ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങളൊക്കെ അല്ലെങ്കിൽ സാത്താന്റെ പരീക്ഷണങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യം കടന്നു വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 16 തിരുവചനത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഓരോ പുരോഹിതന്മാരും, ഞാനുൾപ്പെടെയുള്ളതായ പുരോഹിതന്മാർ ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്റെ കഴിവുകൊണ്ടോ, എന്റെ സാമർഥ്യം കൊണ്ടോ, എന്റെ നേട്ടം കൊണ്ടോ, എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ പുരോഹിത വർഗത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെന്നുള്ള ബോധ്യം എനിക്കും എൻ്റെ പുരോഹിത വർഗത്തിനും ആവശ്യമാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ഓരോ പുരോഹിതന്മാർ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ ദർഗായിൽ നിന്ന് ഒരു പടി താഴോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനോ ബലഹീനനും മഹാപാപിയുമാവുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എത്രയോ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. ജനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് തന്റെ ബലഹീനതയും തന്റെ പാപവും തന്റെ ജീവിതത്തിൽ വന്നതായ കുറവുകളെല്ലാം ജനത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായ രംഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ്തീയൻ ബാവ പറഞ്ഞതായ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു, ഞാൻ പട്ടം കൊടുത്തത് മാലാഹ കുഞ്ഞുങ്ങൾക്കല്ല, മറിച്ച് മനുഷ്യ കുഞ്ഞുങ്ങൾക്കാണ് എന്ന് അദ്ദേഹം ഒരു ദിവസം അങ്ങനെ പറയുകയുണ്ടായി. പ്രിയമുള്ളവർ, ഓർമ്മപ്പെടുത്തിയത് ഒരുപക്ഷെ ഓരോ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത്തെ പൂർണ്ണരായിരുന്നു വരില്ല, അല്ലെങ്കിൽ കഴിവുകൾ ഉള്ളവരാണെന്ന് വരില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരൊക്കെയാണ്. എങ്കിൽ തന്നെയും ഈ ശ്രേഷ്ഠ ബാവ തിരുമേനി പറഞ്ഞത് എങ്ങനെയായിരുന്നു, മൺപാത്രത്തിലെ നിധി അല്ലെങ്കിൽ മാലാഹ കുഞ്ഞുങ്ങളെയല്ല തെരഞ്ഞെടുത്തത്, മറിച്ച് മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് തെരഞ്ഞെടുത്തതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സഭാപിതാവായ വിശുദ്ധനായ മോർ ഇഗ്നാത്തിയോസ് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പുരോഹിതന്റെ വിളി എന്ന് പറയുന്നത് വിജയിക്കുവാനുള്ളതല്ല, മറിച്ച് വിശ്വസ്തനും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനുമായി തീരണമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മാറുമ്പോൾ ഇപ്രകാരം നമുക്ക് വചനത്തിലൂടെ എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനാകുന്നു എന്ന് പുരോഹിതന്മാരെ പറ്റി പറയുന്നുണ്ട്. പുരോഹിതന്മാരുടെ വിശുദ്ധ ഏവെങ്കിലും ഭാഗം വായിക്കുമ്പോൾ കാണുന്ന ഒരു വാക്കാണ് നല്ലവനും വിശ്വസ്തനും ബുദ്ധിമാനുമായ ഭവനവിചാരകൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് ഈ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറയുവാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നല്ലവരും മിടുക്കരും സമൃദ്ധരുമായ അല്ലെങ്കിൽ കഴിവുള്ള ഒരുപാട് പുരോഹിതന്മാരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അവർ വിശുദ്ധരും ഭക്തരുമായ പുരോഹിതന്മാരോ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആദരവുകൾ ആവശ്യമില്ല, അംഗീകാരങ്ങൾ ആവശ്യമില്ലാത്തതായ കാലഘട്ടത്തിൽ വ്യക്തിത്വത്തെ കണക്കിലെടുക്കുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ പീരീഡാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെത്രാപ്പോലീത്ത തിരുമേനിയിൽ നിന്നും കൽപ്പന വാങ്ങിച്ച് ഓരോ പുരോഹിതന്മാർ ദേവാലയത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആ പുരോഹിതൻ നല്ല കുർബാന ചൊല്ലുന്ന അച്ഛനാണോ, അല്ലെങ്കിൽ നല്ല പാട്ടുകാരനാണോ, നല്ല സുവിശേഷകനാണോ, എന്തെല്ലാം തരത്തിലുള്ളതായ ഒരു സെലക്ഷനാണ് നടക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ. പക്ഷെ അവിടെയെല്ലാം നാം ഓർക്കണം, നല്ല കുർബാന എന്നില്ല, നല്ല പാട്ടുകാരനെന്നില്ല, നല്ല സുവിശേഷകനെന്നില്ല, നല്ല സൗണ്ട് ഉള്ളവനെന്നില്ല, നല്ല ട്യൂൺ ഉള്ളവനെന്നില്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തനും ഭക്തനും വിശുദ്ധനുമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം.
കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ 2 പൂക്കൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഓർക്കിഡിന്റെയും താമരയുടെയും പരസ്പരമുള്ളതായ ഒരു സംഭാഷണം എന്നെ ഏറെ ചിന്തിപ്പിച്ചതാണ്. ഓർക്കിഡ് പ്രകാരം പറഞ്ഞു, അദ്ദേഹം താമരപ്പൂവിന്റെ അടുക്ക് ചെന്നിട്ട് വലിയ ഗമയോടുകൂടി പറഞ്ഞു, ഐ ആം ഓർക്കിഡ് കമ്മിങ് ഫ്രം ദ ഓർക്കിഡ്സ് ഓഫ് ഫാമിലി. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഫാമിലിയിൽ 20,000-ഓളം അധികം ഇനങ്ങൾ എൻ്റെ ഫാമിലിയുണ്ട്. അത്രമാത്രം വലിയൊരു ഫാമിലിയാണെന്ന് പറയുണ്ടായി. താമരപ്പൂ വളരെ വിനയത്തോടുകൂടി ഓർക്കിഡിനോട് പറഞ്ഞു, എൻ്റെ പേര് താമര എന്നാണ്. ഞാൻ വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫാമിലി അത്ര വലിയ പുരോഗതിയിലുള്ള ഫാമിലിയല്ല, പാഴ്ചെളിയിൽ വളരുന്നതായ ഒരു ഫാമിലിയാണ് എന്ന് പറയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ കഥയുടെ അവസാനം കാണുന്ന ഇങ്ങനെയാണ്: സൗന്ദര്യ മത്സരവേദിയിലേക്ക് ഓർക്കിഡിനെ കൊണ്ടുപോവുകയാണ്. അവൻ ഏറെ സന്തോഷത്തോടുകൂടി താമരപ്പൂവിന് ചിരിയൊക്കെ പകർന്നു കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ട് ഏറെ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന താമരപ്പൂവിനെ അതാ ദൈവ തീരുമാനമനുസരിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ വേണ്ടി താമരപ്പൂവിനെ ഒരു വ്യക്തി വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമാണ് ആര് എന്താകണമെന്ന്, അല്ലെങ്കിൽ ആരെവിടെ എത്തിച്ചേരണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇന്നത്തെ വേദഭാഗത്തിൽ കാണുന്നുണ്ട്, ജാഗരൂകനായ കാവൽക്കാരനെ പറ്റി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പുരോഹിതന്റെ ധർമ്മം നല്ലവനും വിശ്വസ്തനുമായി ദൈവത്തിന്റെ നല്ല കാവൽക്കാരനായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് പുരോഹിതന്മാരോട് ഈ സമയത്ത്, ഈ ഞായറാഴ്ച ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ഭവന വിചാരകനാണ് ഒരു നല്ല പുരോഹിതൻ എന്ന് കാണുവാൻ സാധിക്കുമ്പോൾ, ജീവന്റെ വഴിയാഹാരം യഥാസമയം ഒരുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പുരോഹിതൻ ബുദ്ധിമാനും വിശ്വസ്തനുമാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ, എബ്രായർ 13:7 പ്രകാരം കാണുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചിട്ടുള്ളവരെ നടത്തിയവരെയും ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിത അവസാനം വരെയും അവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീനെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദേവാലയത്തിൽ വരുന്ന പുരോഹിതന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ, കൂടെ കുറവുള്ളവരും പാളിച്ചകൾ സംഭവിക്കുന്നവരും പരാജയങ്ങൾ ഉള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഇടവയിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പുരോഹിതൻ ആരുമായിക്കൊള്ളട്ടെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. പ്രിയമുള്ളവരെ, ഏറ്റവും സ്നേഹത്തോടുകൂടി അച്ഛനൊരു അപേക്ഷ ഈ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഒരു പുരോഹിതൻ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ പുരോഹിതനും പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.